ഞാൻ ഇറങ്ങുവാട്ടോ. മരുന്നെടുത്ത് ടേബിളിൽ വെച്ചിട്ടുണ്ട്, മറക്കാതെ കഴിക്കണം. ഇന്ന് ചിലപ്പോൾ ഞാൻ വരാൻ വൈകും. അവിടെ വിരുന്നുകാരുണ്ടെന്ന് പറയണ കേട്ടു. അതും പറഞ്ഞ് നോക്കിയപ്പോഴാണ് കൊച്ചുമുറിയിലെ മരം കൊണ്ടുള്ള ചെറിയ കട്ടിലിൽ കണ്ണും നിറച്ച് കിടക്കുന്ന അച്ഛനെ അവൾ കാണുന്നത്. എന്താ അച്ഛാ വയ്യേ? അവൾ ആകുലതയോട് ചോദിച്ചു. ഒന്നുമില്ലടാ, അച്ഛൻ്റെ മോളുടെ കഷ്ടപ്പാട് ഓർത്തിട്ടാ അച്ഛൻ. എൻ്റെ പൊന്നു ഭാർഗവ, എനിക്കൊരു കഷ്ടപ്പാടുമില്ല. എന്നെ ഓർത്ത് അച്ഛൻ ഇങ്ങനെ കണ്ണു നിറക്കണതാ എൻ്റെ ഏറ്റവും വലിയ സങ്കടം. ഇനിയും സംസാരിച്ചാൽ ഞാൻ വൈകും. പോയി വരാട്ടോ. നിറഞ്ഞ കണ്ണുകൾ അയാൾ കാണാതെ അമർത്തി തുറച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് നടന്നു. ഇവളാണ് പല്ലവി. വട്ടമുഖവും വിടർന്ന കണ്ണുകളും ഇളം റോസ് അധരങ്ങളും ഇടുപ്പോളം എത്തുന്ന മുടിയുമൊക്കെയുള്ള ഒരു കൊച്ചു സുന്ദരി. കവിളിൽ തെളിഞ്ഞു കാണുന്ന കുഞ്ഞു നുണക്കുഴി അവളുടെ സൗന്ദര്യത്തിന്റെ മാറ്റു കൂട്ടുന്നു. പക്ഷേ അവളുടെ വിടർന്ന കണ്ണുകളിൽ സദാ വിഷാദം തങ്ങി നിൽക്കുന്നു. നാട്ടിലെ തന്നെ വലിയ തറവാടായ ചന്ദ്രഗിരിയിലാണ് അവൾ ജോലി ചെയ്യുന്നത്. അവിടുത്തെ കാരണവരായ ചന്ദ്രശേഖരന്റെ ഔദാര്യത്തിൽ കിട്ടിയ ജോലിയാണ്. പഠനം പാതി വഴിയിൽ നിർത്തി എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് അദ്ദേഹം ഇങ്ങനൊരു ഓഫർ തന്നത്. അവിടെ ആദ്യം ജോലി ചെയ്യുന്ന ചേച്ചിക്ക് എന്തോ വയ്യായിക വന്നതുകൊണ്ട് പകരമാണ് അവൾ അവിടെ പോയി തുടങ്ങിയത്. ഇപ്പോൾ 1 വർഷത്തോളമായി അവൾ അവിടെ. ചന്ദ്രഗിരിയിലെത്തിയതും അവൾ പതിയെ പിന്നാമ്പുറത്തേക്ക് നടന്നു. മുന്നിലൂടെ കയറാനുള്ള അനുവാദം അവൾക്കുണ്ടായിരുന്നില്ല. ഒരു നികൃഷ്ട ജീവിയെപ്പോലെയാണ് അവിടെ പലരും തന്നെ കാണുന്നതെന്നവൾ വേദനയോടെ ഓർത്തു. നേരെ അടുക്കളയിലെത്തിയതും അവൾ കണ്ടു കലിതുള്ളി നിൽക്കുന്ന മോഹിനിയെ, ചന്ദ്രശേഖരന്റെ മൂത്ത മകനായ രാജീവിന്റെ ഭാര്യ. ഡി, നേരത്തും കാലത്തും ജോലിക്ക് വരണമെന്നറിയില്ലേ നിനക്ക്? രാവിലെ ഒരു ചായ കിട്ടണമെങ്കിൽ എത്ര സമയം കാത്തിരിക്കണം ഞാൻ? അതെങ്ങനാ? വഴിയിൽ പോകുന്നവരോട് മുഴുവൻ ശൃംഗരിച്ചിട്ടല്ലേ വരൂ അസത്ത്. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ മാഡം. ഞാൻ അങ്ങനെയൊന്നും. അച്ഛന് വയ്യ, അതാ ഞാൻ. ഓ, അതിപ്പോ ലാഭായല്ലോ. നിന്റെ തന്ത കൂടി ചത്തു തുറഞ്ഞാ പിന്നെ ആരെയും പേടിക്കാതെ അഴിഞ്ഞാടി നടക്കാലോ. അത് കേട്ടതും അവൾ വാ പൊത്തിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞു. തന്റെ ഹൃദയത്തിൽ കത്തിക്കൊണ്ട് വരുന്നതുപോലെ അവൾക്ക് തോന്നി. നിന്ന് മോങ്ങാതെ പോയി ചായ ഉണ്ടാക്കിക്കൊണ്ട് വാടി, പിള്ളേരൊക്കെ ഇപ്പൊ എഴുന്നേൽക്കും. അത് കേട്ടതും അവൾ പെട്ടെന്ന് കരച്ചിലടക്കിക്കൊണ്ട് മുഖം അമർത്തി തുടച്ച് ജോലിയിലേക്ക് തിരിഞ്ഞു. ചായ ഉണ്ടാക്കി ഹാളിലേക്ക് പോകുന്നതിനിടയിലാണ് ഹാളിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന ടിവിയിൽ നിന്നും വന്ന വാർത്തയിൽ അവളുടെ മനസ്സൊന്നുടക്കിയത്. ഈ വർഷത്തെ ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. ദ ബെസ്റ്റ് ആക്ടർ ഓഫ് ദ ഇയർ അവാർഡ് ഗോസ് ടു ദ ഡാഷിംഗ് ഹീറോ ധനഞ്ജയ് സ്വാമിനാഥൻ. ആദ്യ സിനിമ കൊണ്ട് തന്നെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഇദ്ദേഹം ഇതുവരെ 65ഓളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ തെന്നിന്ത്യൻ സിനിമകളിലേക്ക് ചേക്കേറാനൊരുങ്ങുന്ന ഇദ്ദേഹത്തെ പെൺകുട്ടികളുടെ സ്വപ്നപുരുഷൻ എന്ന് വേണമെങ്കിലും വിളിക്കാം. ഒട്ടേറെ നേരം അവൾ ആ പേരിലും വാർത്തയിൽ കാണുന്ന അവന്റെ മുഖത്തേക്കും ഉറ്റുനോക്കി. ഗൗരവം തിങ്ങി നിൽക്കുന്ന അവന്റെ മുഖം കാണുന്തോറും തന്റെ ഹൃദയമെടുപ്പ് കൂടുന്നതായി അവൾക്ക് തോന്നി. ഒടുവിൽ മോഹിനിയുടെ അലർച്ചയാണ് അവളെ ബോധത്തിലേക്ക് കൊണ്ടുവന്നത്.